സംസം വെള്ളത്തിന് പ്രത്യേകത ഇല്ല എന്ന് ലേഖനം വന്നു ഷബാബിൽ 2016 ഓഗസ്റ്റ് 16 ഷബാബിൽ ലേഖനം വന്നു. സംസം വെള്ളത്തിന് പ്രത്യേകതയുമില്ല. അത് പറയണമെങ്കിൽ സ്വഹിയായി സ്ഥിരപ്പെട്ട ഹദീസുകൾ മുഴുവൻ മാറ്റിവെക്കണം, അല്ല പറയാൻ കഴിയില്ല. ആ എഴുതിയതാണ് ശരി എന്നാണെങ്കിൽ ഈ ഹദീസും അതുകൊണ്ട് ഒക്കൂല. ഇത് ശരിയാണെങ്കിൽ ആ ഹദീസ് ഒഴിവാക്കണം. ആ ഹദീസ് ശരിയാണെങ്കിലോ ഈ വാദം തിരുത്തുകയും വേണം. അപ്പം അതിന് പറഞ്ഞ ന്യായം എന്താണ്? ഈ ഹദീസുകളെല്ലാം അനുഭവജ്ഞാനത്തിനെതിരാകുന്നു, അനുഭവജ്ഞാനത്തിനെതിരാണ്. അപ്പം ഇസ്ലാമിൽ കാര്യം അനുഭവത്തിനെതിരായിട്ടുണ്ടാവില്ല. അപ്പം എന്താ അനുഭവം? മൂപ്പർ അനുഭവം എന്താണ്? സംസം വെള്ളം കുടിച്ചിട്ട് എത്രയും മനുഷ്യന്മാർക്ക് സ്വർഗ്ഗം മാറുന്നില്ലല്ലോ. അപ്പം ഈ ഹദീസ് ശരിയല്ല. സംസം വെള്ളം ലോകത്ത് കുടിച്ചാൽ രോഗശമനമാണ് എന്ന ഹദീസ്, പക്ഷെ കുടിച്ചിട്ട് മാറുന്നില്ല. അപ്പം പിന്നെ ആ ഹദീസ് അങ്ങനെ നബി പറയില്ല. അപ്പം നബി പറഞ്ഞ് തെറ്റാവൂലേന്നാ. മറ്റൊന്ന്, പിന്നെ ഹറമിൽ പോയി തണുത്ത സംസം കുടിച്ചിട്ട് ചില മനുഷ്യന്മാർക്ക് ജലദോഷം ഉണ്ടാവുന്നുണ്ട്. അപ്പം രോഗം മാറില്ല എന്ന് മാത്രമല്ല, ഇത് കുടിച്ചപ്പോൾ രോഗം ഉണ്ടായല്ലോ. അതുകൊണ്ട് ഈ ഹദീസ് അനുഭവജ്ഞാനത്തിന് വിരുദ്ധമാകുന്നു, അത് ഞാൻ സ്വീകരിക്കേണ്ടതില്ല. ഖുർആനിലുണ്ട് തേന ശിഫയാണ്. ഒരുത്തം പറയും ആ തേൻ കുടിച്ച് എനിക്ക് മാറിയിട്ടില്ലാട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ആയത്ത് ശരിയല്ലാതെ പറ്റും ഇല്ല. അത് റബ്ബ് ആർക്കാണോ എപ്പോഴാണോ എന്തിനാണൊക്കെയാണോ ശിഫ നിശ്ചയിച്ചത് ഉടുക്കത് കിട്ടും. ചിലപ്പോൾ ഓൻ്റെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ആ അസുഖത്തിൻ്റെ പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് ഇത് ശിഫ അല്ലാതെ പറ്റുന്നല്ലോ. പാരസിറ്റമോൾ പനിക്കാണ്, ഒരുത്തം പനിച്ചിട്ട് 10 ദിവസം ഒന്നാകെ പാരസിറ്റമോൾ കുടിച്ച് മാറുന്നില്ല എന്നാ ഓൻ പറയോ പാരസിറ്റമോൾ പനിക്കുള്ളതല്ല, ഞാൻ 10 ദിവസം കുടിച്ചിട്ട് മാറിയിട്ടില്ല അറിയോ? ഇല്ല. അത് അതിന് വേറെ തടസ്സങ്ങളുണ്ടാവും, മറ്റു തടസ്സം അപ്പുറത്ത് വേറെ ഉണ്ടാവും കണക്കാക്കാന്നല്ലാതെ. അപ്പം ഇങ്ങനെ വെച്ച ആളുകൾ ഹജറുൽ അസ്വദ് മഹത്വല്ല, സാധാരണ കല്ലാണെന്നാണ്, സാധാരണ കല്ലാണ്, വെറും കല്ലാണ് എന്നാണ് ഷബാബിൽ ലേഖനം എഴുതിയത്. ഓഗസ്റ്റ് 9 2016 ഓഗസ്റ്റ് 9 ഷബാബിൽ ലേഖനം വന്നു. അത് വെറും കല്ലാകുന്നു. അതിന് വിധേയനായാൽ പറഞ്ഞ് അനുഭവത്തിനെതിരാണ്. ഹദീസിൽ എന്താണ്? ഇത് വെളുത്ത കല്ലായിരുന്നു, പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തതാണ്. അതിന് തിരിച്ചെഴുതിയത് അങ്ങനെയാണെങ്കിൽ നല്ലവർ ചുംബിക്കുമ്പോൾ വെളുക്കേണ്ടതല്ലേ, വെളുക്കണില്ലല്ലോ എന്ന്. പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തെങ്കിൽ നല്ലവർ ചുംബിക്കുമ്പോൾ വെളുക്കണ്ടേ, അത് വെളുക്കണില്ല. അപ്പം പിന്നെ അന്ന് കറുത്തിട്ടില്ല മനസ്സിലാക്കാം. അപ്പം അങ്ങനെ തള്ളേണ്ടി വരും ഇതിലൊക്കെ. അതിനെ കണ്ടെത്തിയ ചില മാർഗങ്ങളാണ് ചില സ്വഹാബിമാരെ പറ്റി മോശമായ പല കഥ ഉണ്ടാക്കി വിടുക. എന്നിട്ട് പല ഹദീസൊക്കെ എടുക്കും, പക്ഷെ അയാൾ ഹദീസ് പറ്റില്ല. അപ്പം ഇങ്ങനത്തെ കുറേ ഹദീസാണ്ട് ഒഴിവാക്കാൻ പറ്റും.